എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. എൻ്റെ 41ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമുക്ക് നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. കാരണം മുഖവരിയൊന്നും വേണ്ട. കാരണം ഇനി അധികം സമയം കളയാനില്ല നമുക്ക്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം എന്താ വെച്ചാൽ എൻ്റെ നേരം സന്ധ്യയായി. ഇനി അധികം സമയം കളഞ്ഞുകൂടാ, എപ്പോഴും തട്ടിപ്പോകുന്ന അറിഞ്ഞോളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ കഴിക്കണമെന്ന എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്പ് 1 അതിൽപ്പെട്ട സെൻറ്റൻസുകൾ എഴുതാനായിട്ട് ചെറുതായിട്ടൊന്ന് പഠിച്ചു. അതൊന്നുകൂടി വിശദമായിട്ട് പഠിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിന് ടൈപ്പ് 1 3 ഭാഗം ഉണ്ടായിരിക്കുക. ആദ്യം വരിക സബ്ജക്റ്റ്, രണ്ടാമത് വരിക വെർബ്, മൂന്നാമത് വരിക അഡ്വെർബുകൾ. അത് ഒരെണ്ണുണ്ടെങ്കിൽ മൂന്നാമതായിരിക്കും, രണ്ടെണ്ണെങ്കിൽ ഒരെണ്ണം 3, ഒരെണ്ണം 4 ആയിരിക്കും. അങ്ങനെ അതിനനുസരിച്ച് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഈ ടൈപ്പിൽ വെച്ച വാചകങ്ങളിൽ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്ന വാചകം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഓരോ വാക്യഭാഗങ്ങളായിട്ട് മുറിക്കുക, കട്ട് ചെയ്യുക, തിരിക്കുക എന്നും പറയാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ മലയാള വാചകത്തെ തന്നെ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ എഴുതുക. അതായത് ആദ്യം വരേണ്ട മലയാള വാക്യഭാഗം ആദ്യം എഴുതുക, രണ്ടാമത് വരേണ്ട മലയാള വാക്യഭാഗം രണ്ടാമത് എഴുതുക, അങ്ങനെ എഴുതുക. അത് സ്റ്റെപ്പ് 2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഭാഗത്തിൻ്റെയും ഒന്നാമത്തെ ഭാഗത്തിൻ്റെ തർജ്ജമ ആദ്യം ചെയ്യുക, രണ്ടാമത്തെ ഭാഗത്തിന് തർജ്ജമ ചെയ്യുക, അങ്ങനെ നമ്മൾ പഠിക്കുക. എന്തിനങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ബ്രെയിനെ ഒന്ന് സ്വയം ട്രെയിൻ ചെയ്യാനാണ്. ബ്രെയിൻ യുവർ ട്രെയിൻ. എന്തിനു വേണ്ടി എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാനാണ്. എന്ന് വെച്ചാൽ ട്രെയിൻ യുവർ ബ്രെയിൻ ആണ് ഇതിൻ്റെ ഉദ്ദേശം. കാരണം അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഇംഗ്ലീഷ് തനിയെ ഇങ്ങോട്ട് വരുള്ളൂ. ആദ്യം അങ്ങനെ ഫസ്റ്റ് 3 സ്റ്റെപ്പ് ചെയ്യുക, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒഴിവാക്കുക, പിന്നെ ആദ്യത്തെ സ്റ്റെപ്പും ഒഴിവാക്കുക. പിന്നെ അങ്ങനെ നമ്മൾ അതിലേക്ക് വാചകം മനസ്സിൽ വന്ന ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ, നിങ്ങൾ നീന്തൽ പഠിച്ചിട്ടുണ്ടോ? ആദ്യം നീന്തി വരും നീന്തൽ പഠിക്കുമ്പോൾ പൊന്തിക്കെടുക്കില്ല. ആ പൊന്തിക്കെടുക്കാനൊരു സഹായം നമുക്ക് ആവശ്യം വരും. സാധാരണ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കുമ്പോൾ നമുക്ക് പൈസ ഒന്നുമില്ലേ. അത് കാരണം എന്താ വെച്ചാൽ, വളരെ പിണ്ടി വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് നീന്തി പഠിക്കും. തലയും താഴ്ന്നു പോകും. ഇത് വാചകത്തിൻ്റെ കേസിൽ അങ്ങനെയാണ്. നമുക്കത് പറ്റില്ല, നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പൊന്തിക്കെടുക്കാൻ ഒരു സഹായി വേണം. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മൾ പൈസ ഉള്ള പിള്ളേരെ ഇപ്പോൾ ഈ ട്യൂബ് ഉണ്ടല്ലോ, കാറിൻ്റെ ബസ്സിൻ്റെ ട്യൂബൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് പഠിക്കുന്നത് കാണാം. അന്നൊക്കെ അങ്ങനെയില്ല. അല്ലെങ്കിൽ പോറപ്പുല്ലൊക്കെ നമ്മൾ കെട്ടി മേത്ത് കെട്ടി അതിൽ അങ്ങനെയും ഞങ്ങൾ നീന്തൽ പഠിക്കാറുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് നാൾ അങ്ങനെ ബുദ്ധിമുട്ട് ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കളയും. പിന്നെ നമുക്ക് ഒന്നും വേണ്ട. അതേ തന്നെ ഇതിലും അങ്ങനെയാണ്. ആദ്യം ഒരു സഹായം വേണമായിരുന്നു. അപ്പോൾ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ തിരിക്കുക, മലയാള വാചകത്തെ വാക്യഭാഗങ്ങളായി തിരിക്കുക. എന്നിട്ട് ഓരോ ഭാഗത്ത് ആദ്യം വരേണ്ടതിന് 1, രണ്ടാമത് ഒരു 2 അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ മലയാള വാക്യങ്ങൾ അങ്ങനെ എഴുതുക. ആദ്യം വരേണ്ടത് 1, രണ്ടാമത് വരേണ്ടത് 2, രണ്ടാമത്തെ വാക്യഭാഗം എഴുതുക, മൂന്നാമത്തെ സ്ഥാനത്ത് മൂന്നാമത്തെ വാക്യഭാഗം എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ആദ്യത്തെ വാക്യഭാഗത്തിന് തർജ്ജമ ചെയ്യുക, രണ്ടാമത്തെ വാക്യത്തിന് തർജ്ജമ ഇംഗ്ലീഷിൽ എഴുതുക അതിൻ്റെ. അപ്പോൾ കൃത്യമായിട്ടായി. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. എന്തായാലും നമ്മൾ എന്താണ് എപ്പോഴും വാചകമാക്കി മാറ്റുന്നത്? സംഭവങ്ങൾ അല്ലേ? അപ്പോൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വാചകമായിട്ട് മാറ്റണം. ഇപ്പോൾ ഒരു വാചകത്തിനും ബന്ധപ്പെട്ട് എന്തുണ്ടായിരിക്കും? ഒരു സംഭവം ഉണ്ടായിരിക്കും. എങ്ങനെ നമുക്കൊരു സംഭവം വാക്യഭാഗമായിട്ട് മാറ്റാൻ നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് ബോർഡിൽ. എന്തായാലും സംഭവം വേണ്ടേ? ഓ, പേന. ഇപ്പൊ എന്ത് സംഭവം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചേ? ഇപ്പൊ നമ്മൾ കൺമുമ്പിൽ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു അത്? അതായത് അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ നിങ്ങൾ കണ്ട് കൺമുമ്പിൽ ഇപ്പൊ ഒരു സംഭവം അല്ലേ? അതെന്താണ് അതൊന്നും നിങ്ങൾ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും പേന വീണു. എന്താ സംഭവം ഉണ്ടായത്? പേന വീണു. അപ്പൊ ഏറ്റവും ചെറിയ വാക്കുകളിൽ അത് പറയുകയാണെങ്കിൽ 2 വാക്കിലാണ് എന്തുണ്ടായേ ആ വാചകം ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ വാക്ക്. അപ്പൊ ഈ സംഭവത്തെ നമ്മൾ വിജയിക്കും. ഏറ്റവും കുറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ അങ്ങനെ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കുറയും തോറും എന്തുണ്ടാവും? അതിൻ്റെ എന്തുണ്ടാവും? ക്ലാരിറ്റി കുറയും. എങ്ങനെ? നമ്മൾ ഇപ്പോൾ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ ആവശ്യമായ ചേരുവകൾ ഇല്ലെങ്കിൽ, ഇപ്പൊ കായില്ല, അപ്പൊ അതിൻ്റെ മണം കുറയും അല്ലേ? അങ്ങനെ ഓരോ ഐറ്റംസ് കുറയാണെങ്കിൽ എന്തുണ്ടാവും? അതിൻ്റെ രുചി കുറഞ്ഞു വരും. ഉപ്പ് കുറഞ്ഞാൽ അതിൻ്റെ രുചി കുറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് അല്ലോ. അപ്പൊ എന്ത് വേണം? വാക്കുകൾ കൂടുന്തോറും ക്ലാരിറ്റി കൂടും അല്ലേ? വാക്കുകൾ അതുപോലെ പ്രത്യേകിച്ചും അഡ്വർബുകളൊക്കെ ചേരുമ്പോഴാണ് ക്ലാരിറ്റി വരാൻ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തന്നിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. അതൊക്കെ വീണ്ടും ഒന്ന് കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും ചെറിയ വാചകത്തിൽ പറയാൻ വെച്ചാൽ ഇതെന്ത് ഈ സംഭവം എന്ന് പറയാ? പേന വീണു. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ വീണത് ഈ പേനയാണ് അല്ലേ? ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് പറയാ വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഇല്ലേ? ഇതിന് വൈറ്റ് ബോർഡ് മാർക്കർ പേന വീണു. അപ്പൊ നമുക്ക് ഒന്ന് കേൾക്കുന്ന ആൾക്ക് എന്താ വീണ എന്ന് മനസ്സിലായി. എഴുതുന്ന പേനയാണോ ഇങ്ങനത്തെ പേനയാണോ വീണെന്ന് വളരെ ക്ലിയർ ആയി അല്ലേ? ഇനി ഒന്നുകൂടി പറയാൻ വെച്ചാല് ഏത് അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന വീണു എന്ന് പറയാൻ വെച്ചാല് അത് ഒന്നുകൂടി ക്ലിയർ ആയി. ആരുടെ കുട്ടിയുടെ പേനയാണോ വീണ, മാസ്റ്ററുടെ പേനയാണോ വീണ, അത് അതൊക്കെ ക്ലിയർ ആയില്ലോ. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയി. അപ്പോ അങ്ങനെ വാക്കുകൾ കൂടുന്തോറും ക്ലാരിറ്റി വരും. അപ്പൊ വാചകം നീണ്ടു പോകും. ഒന്നും കൂടി പറയുകയാണെങ്കിൽ എങ്ങോട്ടേക്ക് വേണം? താഴേക്ക് അല്ലേ? അപ്പൊ അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന താഴേക്ക് വീണു. അങ്ങനെ അതിൽ 3 വാക്യഭാഗമാണ് അല്ലേ? നിങ്ങൾക്കറിയാം വീണു എന്നുള്ളതാണ് അതിലെ ക്രിയ അല്ലെ? സംഭവം എന്താ? അല്ലെങ്കിൽ ക്രിയ എന്താ? വീണു. അത് ചെയ്തത് സാധനമാണ് അല്ലേ? ഏതാണത്? പേന. അത് ആ ചോദ്യം ചോദിക്കുക. അപ്പൊ ഫസ്റ്റിൽ വരുന്ന ഏതാ? വെർബ്. വെർബ് നമ്മൾ ആദ്യം കണ്ടെത്തുക. ഏത് വാചകത്തിലും വെർബ് ആദ്യം കണ്ടെത്തുക. അപ്പൊ ഇതിൽ വീണെന്ന് വെച്ചാൽ പിന്നെ ചോദിക്കുക ആരാണ് വീണത്, അല്ലെങ്കിൽ ഏത് സാധനം വീണ, ജീവി വീണ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും അല്ലേ? എന്താണ് വീണത് ചോദിക്കുമ്പോൾ ഏതാണ് വീണത്? ആ പ്രവൃത്തി ചെയ്തത് ആരാ? അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന. അതാണ്, അത്രയും ഭാഗമാണെന്ത് ആ ചോദിച്ചതിന് ഉത്തരം. ആ വീണ ആ പ്രവൃത്തി ചെയ്ത ആ സാധനത്തിന് പേര് അത്രയാണ്. പിന്നെ അടുത്തത് എങ്ങനെ വീണു? താഴേക്ക്, അല്ലെങ്കിൽ താഴെ വീണു. അപ്പൊ അതിൽ 3 ഭാഗമുണ്ട്. എവിടേക്കെന്ന് പറയാൻ വേണമെങ്കിൽ എവിടേക്ക് വീണു, അല്ലെങ്കിൽ അതിൽ 3 വാക്യ ഭാഗമുണ്ട്. നമുക്കറിയാം ഇതില് ഫസ്റ്റ് ടൈപ്പ് സെന്റൻസ് ആണത്. അതിൽ എത്ര വാക്യഭാഗം? എങ്ങനെയാണ് അതിന്റെ ഘടന? ആദ്യം വരിക പ്രവൃത്തി ചെയ്ത ആള് അഥവാ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആദ്യം വരും അല്ലേ? അതാണ് ഫസ്റ്റ് വരിക. അപ്പൊ അതിൻ്റെ ആ ഭാഗത്ത് എന്ത് മാർക്ക് ചെയ്യണം? നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യണം. ഈ 2 പിന്നെ രണ്ടാമത് വീണൊന്ന് ക്രിയയാണ്, വെർബാണ് രണ്ടാമത് നമുക്ക് പഠിച്ചു. ആ വെർബ് രണ്ടാമത്. പിന്നെ ഏതാണ്? അഡ്വർബ്. ഏതാണ്? താഴേക്ക് അത് എഴുതുക. അതിന് അങ്ങനെ 3ആക്കി തിരിക്കുക. ആ 3ാമത്തെ ഇത്. അപ്പൊ അതിന് 3 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്രമത്തിൽ നമ്മൾ എഴുതുക.
അപ്പൊ എങ്ങനെ വരിക? അധ്യാപകന്റെ മാർക്കർ പേന എന്നുള്ള ഒന്നാമത് വരും. പിന്നെ രണ്ടാമത് ഏതാ വരിക? വെർബ് വീണു എന്ന്, അത് വീണു എന്ന് എഴുതുക. രണ്ട് ഭാഗം. മൂന്നാമത് താഴെ അല്ലെങ്കിൽ താഴേക്ക്, അതങ്ങനെ എഴുതുക. അപ്പൊ സ്റ്റെപ്പ്, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഓരോ ഭാഗത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ആ തർജ്ജമ കണ്ട് എഴുതി കഴിഞ്ഞാൽ കഴിയുമ്പോൾ ആ സെന്റൻസിൽ പിന്നെ തെറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകില്ലേ? മനസ്സിലായേ? അപ്പൊ ആ വാചകം പെർഫെക്റ്റ് ഇംഗ്ലീഷ് സെന്റൻസ് ആയി. അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യാം. അതങ്ങനെ കൂടി കൂടി വരാം. അത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എവിടുന്ന് വീണു? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഒരു ക്രിയാവിശേഷണം കൂടി, അല്ലെങ്കിൽ അഡ്വർബ് കൂടി. അപ്പോ ഇങ്ങനെയും പറയാം. അപ്പൊ അതൊന്നും ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാവാം? അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെ വീണു എന്ന് പറയുമ്പോ അതില് വീണു എന്ന വാക്യഭാഗം ആണ് എന്ത്? വെർബ്. അത് ആദ്യം കണ്ടുപിടിക്കുക, അതിന് 2 എന്ന് കൊടുക്കുക. അത് ആര് ചെയ്തെന്നുള്ളത്? അധ്യാപകന്റെ മാർക്കർ പേന എന്നുള്ളത് ഫസ്റ്റ്, അപ്പോൾ 1 എന്ന് കൊടുക്കുക ആ ഭാഗത്തിന്. പിന്നെ എങ്ങനെ വീണു? താഴെ, അത് 3, ആ വെർബാണ് 3. ഇനി എവിടുന്ന് വീണു എന്ന ചോദ്യം, അത് ഒരു അഡ്വർബാണ് അല്ലേ? സ്ഥലത്തെ കുറിച്ചുള്ളത് അല്ലെ? ഏത് സ്ഥലത്തുനിന്ന് വീണു എന്നുള്ളത്. അപ്പോ എവിടേക്ക് വീണു അല്ല, എവിടെ നിന്ന് വീണു? അത് എന്താണ്? 4ാമത്തെ അഡ്വർബ്. പിന്നെ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ആണെങ്കിൽ എവിടുന്ന് വീണു? അധ്യാപകന്റെ കയ്യിൽ നിന്ന്. അതപ്പോ 4 വരുമ്പോ അത് നമ്മൾ എങ്ങനെ എഴുതും? അത് ആദ്യം ഒന്നാമത്തെ ഏത്? അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന എന്നുള്ള ഭാഗം ആദ്യം എഴുതും. പിന്നെ വീണു എന്നുള്ളത് എഴുതും. പിന്നെ താഴേക്ക് എന്നുള്ള അഡ്വർബ് എഴുതും. 3. 4ാമത് അധ്യാപകന്റെ കയ്യിൽ നിന്ന് എന്ന അഡ്വർബ് എഴുതും. അങ്ങനെ 4 ഭാഗം എഴുതി അതിന് ശേഷം ഓരോ ഭാഗത്തിന് ട്രാൻസ്ലേഷൻ എഴുതി വെച്ചാൽ പക്കയായി എന്നർത്ഥം. ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ സെന്റൻസുകൾ വലുതായി വരും. അപ്പോൾ അത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോ ആദ്യം ചെറിയ വാതി കഴിഞ്ഞ് പഠിക്കുക, പിന്നെ ഒന്നുകൂടി കുറച്ചുകൂടി വലുത് പഠിക്കുക, അങ്ങനെ ക്രമാനുഗതമായി വലുതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ വലിയ സെന്റൻസുകൾ അനായാസം എഴുതാനായി കഴിയും. ഓക്കെ, നമുക്ക് ഏറ്റവും ചെറിയ വാചകം വെച്ച് തുടങ്ങാം. ഓക്കെ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ വാചകം നമുക്ക് അത് എഴുതാം. പേന വീണു. ഈ ഒരു വാചകം നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇംഗ്ലീഷിലേക്ക് മാറ്റണം. ഇപ്പൊ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ തിരിക്കുക, അതിൽ ക്രിയ ഏതാണെന്ന് നോക്കുക. വീണു, അതാണ് അതിൽ പ്രവൃത്തി. നമുക്കറിയാലോ, വിശദീകരിച്ചാണ്, ഇനി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് കട്ട് ചെയ്യുക. അങ്ങനെ വീണു, ഇത് വെർബാന്നറിയാം അല്ലേ? ഇത് വെർബാണെന്ന് നമുക്കറിയാം. അതാണ് ഈ വാചകത്തിൽ എൻ്റെ ഓർഡർ ഏതാ? ഓർഡർ സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് ഏത്? 1. രണ്ടാമത് വരിക വെർബ് 2. പിന്നെ അഡ്വർബുകൾ അത് 0 തൊട്ട് 1 എത്ര എണ്ണയാക്കാം അല്ലേ? അത് 1 ഉണ്ടെങ്കിൽ 1, അത് 0 അത് 3ാമത് വരിക അല്ലേ? ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. അപ്പൊ ഇതില് നമ്മൾ 1, 2 എന്ന് എഴുതുക അല്ലേ? നമുക്ക് മനസ്സിലായി എന്താണത്? 2 ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് വീണത്
ആ പ്രവൃത്തി ചെയ്ത സാധനം നമുക്കറിയാം. അപ്പൊ ഇത് പേനയാണ്. അപ്പൊ അത് നൗണാണ് അല്ലേ? നൗൺ വെച്ചാൽ നൗൺ, അതിന് നമ്മൾ NP എന്ന് പറയുക. അതിന് NPയിൽ നൗൺ വരാം, നൗൺ ഫ്രേസ് വരാം. അപ്പൊ NP എന്ന് പറഞ്ഞാൽ നൗണാകാം, നൗൺ ഫ്രേസ് ആകാം. ഇതിൽ നൗണാണ്, എന്നാൽ NP കൊടുത്താൽ മതി. അത് സബ്ജക്റ്റ്, ഇത് ഫസ്റ്റ് വരും അല്ലേ? അപ്പോ 1, 2 എന്ന ക്രമത്തിൽ നമ്മൾ എഴുതുക. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു? ഇതിന് തിരിച്ചു. ഇനി സ്റ്റെപ്പ് 2 എന്ത് ചെയ്യാം? ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതാം. ഇംഗ്ലീഷിന്റെ 1 വരുന്നത് പേന അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. പേന, ഇതാണ് ഇത് സബ്ജക്റ്റ്. പിന്നെ ഏതാ അടുത്ത്? രണ്ടാമത് വരുന്നത് വീണു അല്ലേ? വീണു. അപ്പോ 1 NPS 1, അതുപോലെ ഇത് വെർബ് 2. അപ്പൊ സ്റ്റെപ്പ് 2 എന്താ വരിക? മലയാളം അല്ലേ? ഇംഗ്ലീഷ് ക്രമത്തിൽ നമ്മൾ ഈ ക്രാന്ന് ഞാൻ എഴുതാം. ഇംഗ്ലീഷ് ക്രമത്തിൽ മലയാളം എഴുതാം. ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതി. ഇനി സ്റ്റെപ്പ് 3 എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞേ. സ്റ്റെപ്പ് 3 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒന്നാമത് ഇതിന്റെ ട്രാൻസ്ലേഷൻ എഴുതാം. ഒന്നാമത് ഇതിന്റെ ട്രാൻസ്ലേഷൻ ഏതാ? നമുക്കറിയാം, പെൻ. രണ്ടാമത് എഴുതിയതിന്റെ ട്രാൻസ്ലേഷൻ എഴുതാ. രണ്ടാമത് എഴുതി ട്രാൻസ്ലേഷൻ ഏതാ? രണ്ടാമത് എഴുതിയതിന്റെ ട്രാൻസ്ലേഷൻ വീണു, പെൻ. ഇപ്പൊ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയി, ഇംഗ്ലീഷായി. അപ്പൊ ഈ സ്റ്റെപ്പിൽ 3 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഏതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക? മലയാള വാക്യഭാഗം തന്നെ ഇംഗ്ലീഷിന്റെ ക്രമത്തിൽ എഴുതുക. ഇതിൽ രണ്ടും ഒന്നായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അപൂർവമായിട്ട് സംഭവിക്കുള്ളത്. ഇതില് പിന്നെ എന്ത് ചെയ്യുക? ഓരോ ഭാഗത്തിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുക. നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. ഇനി നമുക്ക് രണ്ടാമതൊരു വാചകം നോക്കാം. 2 നമ്മൾ വൈറ്റ് ബോർഡ് മാർക്കർ പേന വീണു എന്നൊരു വാചകം നിങ്ങളോട് തർജ്ജമ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അത് 2 ആക്കി തിരിക്കുക. ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുക, എന്ത് പ്രവൃത്തി വീണു എന്നുള്ളത് നമുക്കറിയാം മലയാള വാചകം നോക്കുമ്പോൾ. അപ്പൊ അത് അവിടെ കട്ട് ചെയ്ത് എന്ത് ചെയ്ത് വീണു എന്നുള്ളത് 2 എന്ന് എഴുതുക. അതാണ് വാചകത്തില് രണ്ടാമത് വരേണ്ടത്, നമുക്കറിയാം അല്ലേ? പിന്നെ സബ്ജക്റ്റ് ആയിട്ട് അടുത്ത് ഒന്നാമത് വരണം. അതേതാ? വീണത് എന്താ നമുക്കറിയാം, വൈറ്റ് ബോർഡ് മാർക്കറാണ് വീണ. അപ്പൊ 2 വാക്യഭാഗമാണ് ഉള്ളതിൽ. അത് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ വാക്യഭാഗം ഇല്ല. എത്ര മതി ഇത്? അത് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മിനിമം ഇത് 2 വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിലൊരു ഭാഗം, സബ്ജക്റ്റ് ഭാഗം ഇത്രയും വാക്കാണ്, NP ആണ്. 1, 2 ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ഉണ്ടാവും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് എഴുതുകയാണെങ്കിൽ തെറ്റ് വരില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ വാചകം എഴുതിയതിന് ശേഷം ആദ്യം പിന്നെ നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് ഇത് മനസ്സിൽ പിടിച്ചിട്ട് ചെയ്യുക. പിന്നെ ഇത് കണ്ട വശം നേരിട്ടതൊന്നും ഇല്ലാണ്ട് ഇത് വായിച്ച വശം ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ വരും ഓട്ടോമാറ്റിക്കലായിട്ട്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങിയാൽ നിങ്ങൾക്ക് സംഭാഷണം പറയാനും പെട്ടെന്ന് മനസ്സിലാവാനും ഒക്കെ തുടങ്ങും. അപ്പോൾ തെറ്റും വരില്ല. ഓക്കെ, നമുക്ക് മറ്റൊരു വാചകം നോക്കാം. നമുക്ക് മൂന്നാമത്തെ വാചകം ഞാൻ എഴുതിയിട്ടുണ്ട്, സമയം കളയാണ്ടിരിക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വാചകം ഇതാണ്: അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ വീണു. ഇതാണ് നമ്മുടെ വാചകം. ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. പ്രവൃത്തി നമുക്കറിയാം, വീണു അല്ലേ?
അത് ആണ് എന്ന് മനസ്സിലായി. വീണു എന്നുള്ളതാണ് പ്രവൃത്തി. അത് വി ആണ്. അത് എത്ര എവിടെ വരും? രണ്ടാമത് വരും അല്ലേ? അത് മാർക്ക് ചെയ്യാം. രണ്ടെന്ന് കാണാണ്ട് നിങ്ങൾക്ക് സ്പെല്ലിങ് ഒന്നുകൂടി മാറ്റിയാൽ രണ്ട്. ഇനി ശേഷം എന്ത് ചെയ്യുക? അത് ആ പ്രവൃത്തി ആരാ വീണത്? അത് പേനയാണ്. ഇത് അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഇന്ത്യ ചോദ്യത്തിന് ഉത്തരം. എന്താണ് വീണത്? അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന എന്ന് പറയുമ്പോഴാണ് എന്താ വീണ എന്നുള്ളതിന്റെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാവുള്ളൂ. അതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ആണ് അതിന്റെ സബ്ജക്റ്റ്. അത് വലിയൊരു NP ആണ്. അപ്പൊ NPS അത് എത്ര വരിക? 1 ആദ്യം വരുന്നത് അല്ലേ? ഇനി അത് കിട്ടി. പിന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇത് ഇനി അടുത്ത ഏതാ വരെ? അഡ്വർബ് ഉണ്ട് നോക്കുക. അഡ്വർബ് ഏതാ? താഴേക്ക് നിന്നുണ്ട്, കയ്യിൽ നിന്നുണ്ട്. അപ്പൊ താഴേക്ക് എങ്ങനെ? താഴേക്ക് വേണം. ആ ഒരു അഡ്വർബ് ADV 3. ഇനി മറ്റൊരു അഡ്വർബ് ഉണ്ട്. അവന്റെ കയ്യിൽ നിന്ന്. എവിടുന്ന് വീണു? ആ സ്ഥലത്തെ കുറിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന്. അപ്പോ ഇത് അഡ്വർബ് ADV 4. രണ്ട് അഡ്വർബ് ഉണ്ട്. അപ്പൊ ഒരെണ്ണം 3 കൊടുക്കുക, ഒരെണ്ണം 4 കൊടുക്കുക. എപ്പോഴും വെർബ് കഴിഞ്ഞ ഏറ്റവും ആദ്യം ചെറിയ അഡ്വർബ് എന്ന് വെച്ചാൽ ഒറ്റവാക്കല്ല അഡ്വർബിന് പ്രാധാന്യം കൊടുക്കാതെ ഏറ്റവും ക്ലോസ് ആയിട്ട് എഴുതേണ്ടത്. ഏതിനോട്? ക്ലോസ് ആയിട്ട് വെർബിനോട്. അപ്പൊ അത് 3 കൊടുത്തു, 4 കൊടുത്തു. അപ്പൊ രണ്ട് അഡ്വർബ് ഉണ്ട്. ഒരെണ്ണം 3, ഒരെണ്ണം 4. അപ്പൊ നമുക്ക് 4 ഭാഗമുള്ള ഒരു വാചകമാണ് മൂന്നാമത്തെ എന്ന് മനസ്സിലായി. അതിന്റെ ക്രമം ഏതാ വരിക? ഒന്നാമത് വരേണ്ടത് അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ 1, രണ്ടാമത് വരേണ്ടത് വീണു, മൂന്നാമത് വരേണ്ടത് താഴേക്ക് എന്നുള്ളത്, നാലാമത് വരേണ്ടത് അവന്റെ കയ്യിൽ നിന്നുള്ളത്. അപ്പൊ ആ ക്രമത്തിൽ അതിനാണ് ഇംഗ്ലീഷ് ക്രമം. അത് എഴുതുക. അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന. ആ വാക്യഭാഗം തിരിച്ചറിയാൻ കളർ മാറ്റി എഴുതിയിട്ട് ഞാൻ അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന എന്ന് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന നൗൺ ഫ്രേസ് അത് 1. രണ്ടാമത് ഏതാ പറഞ്ഞത്? നമ്മുടെ റൂൾ പ്രകാരം വെർബിനെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം 2. അപ്പൊ വീണു എഴുതി. മൂന്നാമത് താഴെ അല്ലെങ്കിൽ താഴേക്ക് എന്നുള്ളത് അഡ്വർബ് എഴുതി. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് നാലാമത്തെ അഡ്വർബ് എഴുതി. ഇനി മൂന്നാമത് ഓരോ ഇനി അപ്പൊ ഓർഡർ കറക്റ്റായി. ഇനി എന്ത് ചെയ്യണം? നമ്മള് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? ആദ്യത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നൗൺ ഫ്രേസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന്. അത് പ്രകാരം ദ വൈറ്റ് ബോർഡ് പാർക്കർ പെൻ ഓഫ് ദ ടീച്ചർ. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫെൽ അത് എഴുതുക. പിന്നെ മൂന്നാമത്തെ എഴുതുക. പിന്നെ നാലാമത്തെ എഴുതുക ഫ്രം ഹിസ് ഹാൻഡ്. അപ്പൊ ട്രാൻസ്ലേഷനായി. ഇത്രയാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് കറക്റ്റ് ഇംഗ്ലീഷായി. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്പ്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് അടുത്തൊരു വാചകം കൂടി നോക്കാം. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് നമ്മൾ 3 ഉണ്ട് എന്ന് പറഞ്ഞു. ആ സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് എന്താ ചെയ്യുക? ഇത് നമുക്കിതില് വേറെ എക്സ്പ്ലനേഷൻ വേണ്ട. അപ്പൊ കട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക? വെർബിന്റെ അവിടെ പോയിട്ട് കട്ട് ചെയ്തു. ഇത് നമ്മൾ എന്തെന്ന് എടുക്കും? അത് വെർബ്. അപ്പോ രണ്ടാമത് വരുന്നതാണ്. എല്ലാതിലും രണ്ടാമതാണ് വരിക എന്ന് ഉറപ്പിക്കുക. പിന്നെ നമുക്ക് എന്താണ് വരിക? അതില് വീണതാര അധ്യാപകന്റെ ഇത്. അപ്പൊ ഇവിടെ അധ്യാപകന്റെ തൊട്ട് വൈറ്റ് ബോർഡ് പേന വരെ ആണ് എന്ത് രണ്ടാമത് വരുന്നത്.
അപ്പൊ രണ്ടാമത് വരുന്നത് എവിടെ തൊട്ട് അവിടെ വരിക? ഈ പേന തൊട്ട് ഇത് അധ്യാപകന്റെ വൈറ്റ് ബോർഡ് ഇവിടം വരെ എന്താണ്? രണ്ടാമത്തെയാണ്. അപ്പോ അവിടെ നമ്മള് അത്രയും ഭാഗം NP അത് സബ്ജക്റ്റ് ആയിട്ട് നൗൺ ഫ്രേസ് സബ്ജക്റ്റ് ആയി വരുന്നത്. അത് എത്രയാണ്? 2 എന്ന് കൊടുക്കുക. അല്ല 2 അല്ല, അതെന്താ വരിക? 2 അല്ല, എത്ര വരിക? സബ്ജക്റ്റ് ആകുമ്പോ 1ാമത് വരും അല്ലേ? അപ്പൊ ഞാൻ തെറ്റി പറഞ്ഞാൽ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യണണ്ട. ഓക്കെ, ഞാൻ തെറ്റിയൊക്കെ പറയും, നിങ്ങൾ ശരിയാണോന്ന് അറിയാൻ. അപ്പൊ 2 കിട്ടി. ഇനി അടുത്തത് എന്താ വരിക? അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർബുകൾ ഉണ്ടോന്ന് നോക്കുക. ഇന്ന് രാവിലെ മുറിയിൽ വെച്ച് താഴെ വീണു. താഴെ എന്നുള്ളത് നമുക്കറിയാം ഫസ്റ്റ് ഒരു അഡ്വർബാണ്. അപ്പോ അഡ്വർബ് 3ാമത് അല്ലേ? ആദ്യത്തെ അഡ്വർബ് 3ാമത് എഴുതണം. ഇനി എവിടെ വെച്ച് വീണ? മുറിയിൽ വെച്ച്, സ്ഥലം, അതും അഡ്വർബ്. അപ്പൊ അതിനെ കുറിക്കുന്നത് നമ്മള് ഇത് മൂന്നാമത് അടൂറും തിരിച്ചാൽ നീലയിൽ കൊടുക്കാൻ ഞാൻ കേട്ടോ. മുറിയിൽ വെച്ച് അത് അഡ്വർബ്, അത് 4ാമത്. ഇനി പിന്നെ എപ്പോഴാണ് സംഭവിച്ചത്? ടൈമിനെ കുറിക്കുന്ന അഡ്വർബ് ഉണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മറക്കരുത്. അത് അഡ്വി, ഇത് 5ാമത്. എന്താ 5ാമത് വരാൻ കാരണം? 3 അഡ്വർബ് ഉണ്ട്. ആദ്യത്തെ അഡ്വർബ് 3ാമതായിട്ട് വരും. പിന്നെ 2ാമത്തെ അഡ്വർബ് 4ാമതായിട്ട് വരും. അടുത്ത അഡ്വർബ് 5ാമതായിട്ട് വരും. മനസ്സിലായ? അതുകൊണ്ടാണ്. അപ്പോൾ ഒരു അഡ്വർബുകൾ വെച്ചാൽ ആ അഡ്വർബ് 3ാമതായിരിക്കും. 2 ഉണ്ടെങ്കിൽ ഒരെണ്ണം 3ാമത്, ഒരെണ്ണം 4ാമതായിരിക്കും. 3 ഉണ്ടെങ്കിൽ ഒരെണ്ണം 3ാമത്, മറ്റൊരെണ്ണം 2ാമത്, അടുത്തത് 5ാമത്. 3, 4, 5 അങ്ങനെ ഓർഡർ വരിക. ഒന്നിൽ കൂടുതൽ അഡ്വർബ് വരുമ്പോൾ ഏതാ ഓർഡർ എന്നൊരു സംശയം വരാം. അതിന് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഇന്ന് നോക്കുക. അപ്പൊ ഇനി എന്തിന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു അല്ലേ? സ്റ്റെപ്പ് 1 കട്ടിയിൽ കഴിഞ്ഞു. ഇനി അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി അതായത് ഇങ്ങനെ ഭാഗങ്ങളെ തിരിച്ചപ്പോൾ ഇതിൽ 5 ഭാഗം ഉണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ ക്രമം നമുക്ക് മനസ്സിലായി. 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത് 5. അപ്പൊ അത് ഇംഗ്ലീഷ് ക്രമത്തിൽ എഴുതുക. ഈ നമ്മൾ സ്റ്റെപ്പ് 2 അത് ഏതാന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലെ ക്രമത്തിൽ മലയാളം എഴുതുക. അപ്പൊ എന്താ വരിക? അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ. അത് കഴിഞ്ഞു. അധ്യാപകന്റെ വൈറ്റ് ബോർഡ് മാർക്കർ പേന. ഇത്രയും ഭാഗമാണ് എന്ത് വരിക? 1ാമത് വരിക. 2ാമത് ഏതാ വരിക? 2ാമത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീണു. ഇനി 3ാമത് ഏതാ വരിക? 3ാമത് വരിക ഏതായിരിക്കും? താഴെ.
താഴെ. പിന്നെ ഏതാ വരിക? നാലാമത് മുറിയിൽ വെച്ച്. ഇനി അടുത്ത ഏതാ വരിക? ഇന്ന് രാവിലെ. അപ്പൊ അത് നമുക്ക് ഇത് ഫസ്റ്റ് അല്ലേ? കാരണം അതാണ് നൗൺ ഫ്രേസ്. രണ്ട് ഇത് അല്ലേ? 3 4 5 അല്ലേ? അത് നമ്മൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ക്രമത്തില് ഇനി എന്ത് ചെയ്യാ? അടുത്ത സ്റ്റെപ്പ് ഏതാ? ഓരോ ഭാഗത്തിന്റെയും ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞാൽ എഴുതിയാൽ ശരിയായി. നിങ്ങൾക്കറിയാം, ഇത് വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഓഫ് ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഭാഗം കഴിഞ്ഞു. പിന്നെന്തായി? ഫെൽ എന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്തതിൻ്റെ താഴെ ഡൗൺ. പിന്നെ ഇത് മുറിയിൽ വെച്ച് ഇൻ ദ റൂം. ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. അപ്പൊ അത്രയും ഇത്രയും വലിയൊരു വാക്യം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ മനസ്സിൽ ഫസ്റ്റിലത്തെ ഇതല്ല വരേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. അത് ആദ്യം ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് വിടുക. പിന്നെ നമ്മൾ ഇത് വായിച്ച ശേഷം നമ്മൾ മനസ്സിൽ പിടിച്ചിട്ട് എഴുതുക. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. മനസ്സിലായ? അപ്പൊ ഈ ടൈപ്പ് വാചകങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതിയിടാം. കാരണം ഒരു ഇതൊക്കെ അതിൽ എഴുതിയിട്ടുള്ളതാണ്. എങ്ങനെയാ വരിക? ദി വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഓഫ് ദി ടീച്ചർ ദ വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഓഫ് ദ ടീച്ചർ. പിന്നെ ഫെൽ. പിന്നെന്താ വരിക? ഡൗൺ. പിന്നെ ഇൻ ദ റൂം. ഇൻ ദ റൂം. ഇൻ ദ റൂം. ഇൻ ദ റൂം. ദിസ് മോർണിംഗ്. അല്ലെങ്കിൽ ഇൻ ദിസ് മോർണിംഗ് എന്നും വേണമെങ്കിൽ പറയാം. ഇൻ ദിസ് മോർണിംഗ്. അപ്പോ ദ വൈറ്റ് ബോർഡ് മാർക്കർ പെൻ ഓഫ് ദ ടീച്ചർ ഫെൽ ഡൗൺ ഇൻ ദ റൂം ഇൻ ദിസ് മോർണിംഗ്. അങ്ങനെ എഴുതിയാൽ കറക്റ്റായി. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെറിയത് തൊട്ട് വലിയ സെന്റൻസ് എഴുതാനായിട്ട് ഒരു ഉദാഹരണങ്ങൾ തരാം. ആദ്യം 2 എണ്ണുള്ളത്, പിന്നെ 3 എണ്ണുള്ളത്, പിന്നെ 4 എണ്ണുള്ളത്, 5 എണ്ണുള്ളത്. അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് സെന്റൻസ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അഡ്വർബുകൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ആദ്യം എങ്ങനെ എന്ന ചോദ്യത്തിനായിട്ട് ഉത്തരം വരുന്നത് ആദ്യം എഴുതുക. രണ്ടാമത് അതിന് ഫസ്റ്റായിട്ട് ഇത്. മൂന്നാമത് എഴുതേണ്ടത് ഏതായിരിക്കും? മൂന്നാമത് എഴുതേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്ന അഡ്വർബ്. നാലാമത് എഴുതേണ്ടത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന അഡ്വർബ്. അഞ്ചാമത് എഴുതേണ്ടത് ഏതായിരിക്കും? അത് ടൈമിനെ കുറിക്കുന്നത്, എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നത്. അതിന് ഓർക്കാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. അത് മോളിൽ ഇവിടെ ഞാൻ കാണിക്കാം. MPT എന്ന് പറയും. അതായത് മാനർ, പ്ലേസ്, ടൈം.
ഇതാണ് മൂന്നാമത്. ഇത് 3, ഇത് 4, ഇത് 5. മനസ്സിലായി? അഡ്വർബുകളിൽ ആദ്യം എഴുതേണ്ട അഡ്വർബ് ഏതായിരിക്കണം? മാനർ ആയിരിക്കും. അതായത് രീതി, എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ആണ് ആദ്യം. പിന്നെ അതിന് ശേഷമാണ് പ്ലേസിനെ കുറിക്കുന്നത് എഴുതേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് ടൈമിനെ കുറിക്കുന്നത്, എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നത്. അപ്പൊ എന്താണ് ഇത്? ഈ അഡ്വർബുകളുടെ ഓർഡർ ഏറ്റവും ആദ്യം എഴുതേണ്ട അഡ്വർബ് ഏതായിരിക്കണം? അത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരവായിട്ട് വരുന്ന അഡ്വർബ്. ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരമായി. പിന്നെയോ എപ്പോൾ എന്ന ചോദ്യത്തിന്, അല്ല, എവിടെ, സ്ഥലത്തെ കുറിക്കുന്നത് പ്ലേസ്. 2 പ്ലേസ് ആണ്. എവിടെ നിന്ന് എവിടേക്ക് എന്നൊക്കെ ചോദ്യത്തിനായിട്ട് വരുന്നില്ല അത്. പിന്നെ ലാസ്റ്റാണ് ടൈമിനെ കുറിക്കുന്നത്. ഒന്നുകൂടി വിശദമാക്കി തരാം. അത് നിങ്ങൾ ഈ അഭ്യാസമൊക്കെ ചെയ്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാനത് ഒന്നുകൂടി വിശദമാക്കി തരാം. നമ്മൾ അഭ്യാസങ്ങളും ചെയ്ത് തറായിട്ട് ഉറപ്പിച്ച് വരിക. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് തീരും. ഇനി 2 അല്ലെങ്കിൽ 3 ക്ലാസ് സെൻറ്റൻസ്, ബേസ് സെൻറ്റൻസ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.